നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇംഗ്ലണ്ടിൽ 5ൽ 2 കുട്ടികൾക്ക് മാത്രമാണ് സ്കൂളുകളിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതെന്ന് ഔദ്യോഗിക സർവേ. കഴിഞ്ഞ 2 വർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം മോശമായി വരികയാണെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം സ്കൂൾ ജീവനക്കാരും മറ്റു വിദ്യാർത്ഥികൾക്കും എതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണെന്ന് അധ്യാപകർ വ്യക്തമാക്കി. ബ്രിട്ടനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 5 പ്രധാന തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കൺസ്യൂമർ ഗ്രൂപ്പ് വിച്ച്. ഇവയിൽ ഏറ്റവും പ്രധാനമായും സോഷ്യൽ മീഡിയ, ഇമെയിൽ ഹാക്കിംഗ് എന്നിവയാണ്. പുതിയ പാർട്ടി നേതാവിനെ അന്വേഷിക്കുന്ന കൺസർവേറ്റീവ് എംപിമാർ ഋഷി സുനക്കിനെ ജോലിയിൽ തുടരാൻ അനുവദിക്കേണ്ടതുണ്ടെന്ന് ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞു. ഉയർന്ന ജോലിക്ക് സാധ്യതയുള്ള വെല്ലുവിളികളെ തടയുന്നതിനായി സുനക് അടുത്തയാഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് മറ്റൊരു കൺസർവേറ്റീവ് നേതാവിനെ സ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നതിനുള്ള സമയമോ സ്ഥലമോ അല്ല എന്നും പ്രതിരോധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് ചാനലിന്റെ ചെറുബോട്ട് ക്രോസിംഗുകൾ പരസ്യം ചെയ്ത കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള അന്വേഷണത്തിന് ശേഷം 4 വിയറ്റ്നാമീസ് പൗരന്മാർ ലണ്ടനിൽ അറസ്റ്റിലായി. വിയറ്റ്നാമീസ് കമ്മ്യൂണിറ്റി ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റുകൾ ഗ്രൂപ്പ് പങ്കുവച്ചിട്ടുണ്ടെന്നും ക്രോസിംഗ് നടത്താൻ കുടിയേറ്റക്കാരിൽ നിന്നും ആയിരക്കണക്കിന് പൗണ്ട് ഈടാക്കിയെന്നും UK ഫ്രഞ്ച് സംയുക്ത അന്വേഷണം ആരോപിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനത്തിൽ കുറവ് ചൂണ്ടിക്കാട്ടി ഖത്തർ ഫൗണ്ടേഷന് കീഴിലെ ബയോബാങ്ക് പഠന റിപ്പോർട്ട്. വിട്ടുമാറാത്ത സാംക്രമികേതര രോഗങ്ങളുടെ അപകട സാധ്യത ഘടകങ്ങൾ കുറയ്ക്കുന്നതിലെ ഖത്തറിന്റെ ശ്രമങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ സാധ്യത കൂടുന്നു. ഇരുവരുടെയും മത്സരത്തിന് തയ്യാറെടുക്കാൻ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി. മുംബൈ നോർത്ത് സെൻട്രൽ ഉജ്ജ്വൽ നിഗത്തിനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 2018 മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു ഉജ്ജ്വൽ നിഗം. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ അടക്കം പരിഗണനയിലുണ്ടായിരുന്ന 5 ബില്ലുകൾ ഒടുവിൽ ഗവർണർ ഒപ്പുവച്ചു. ബില്ലുകളുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചതിനെ തുടർന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിച്ചു. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വർഗീയ ധ്രുവീകരണത്തിന് താൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ. പോസ്റ്റ് വ്യാജമാണെന്ന് പലർക്കും മനസ്സിലായി, എന്നിട്ടും താൻ മാപ്പ് പറയണമെന്ന് എതിർ സ്ഥാനാർത്ഥി പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇന്നലത്തെ IPL മത്സരത്തിൽ ക്രിക്കറ്റ് വിക്കറ്റ് കീപ്പർമാരായ ക്യാപ്റ്റന്മാരുടെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനൊപ്പം. റൺ ചേസിംഗിൽ KL രാഹുലിന്റെ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയാണ് രാജസ്ഥാന്റെ ജയം. 2 ടീമിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതും അതാത് ക്യാപ്റ്റന്മാരായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.